ബ്രിട്ടനിൽ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും പലയിടത്തും മഴ ദുരിതം കൂടിയായപ്പോൾ ജനജീവിതത്തെ സാരമായി കാലാവസ്ഥ ബാധിച്ചിരിക്കുകയാണ്. റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ച കാലാവസ്ഥാ വ്യതിയാനം മഞ്ഞിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മെറ്റ് ഓഫീസ്. കനത്ത മഞ്ഞുവീഴ്ചയിൽ ബ്രിട്ടനിൽ ജനജീവിതം താറുമാറായി. സതേൺ ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉണ്ടായ കനത്ത മഞ്ഞിന് പിന്നാലെ സ്കോട്ട്ലൻഡിലും രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലും മഞ്ഞു മൂടിയിരിക്കുകയാണ്. വരുന്ന 48 മണിക്കൂറിൽ പലയിടത്തും കൂടുതൽ മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കഴിഞ്ഞ ദിവസം രാത്രി അടച്ച മാഞ്ചസ്റ്റർ, ലിവർപൂൾ വിമാനത്താവളങ്ങളുടെ റൺവേകൾ സേഫ്റ്റി അവലോകന മീറ്റിംഗിന് ശേഷം തുറന്നുവെങ്കിലും നിരവധി സർവീസുകൾ റദ്ദാക്കി. ലീഡ്സ്, ബ്രാഡ്ഫോർഡ് എയർപോർട്ടുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഉച്ചയോടെ സ്ഥിതിഗതികൾ വിലയിരുത്തി സർവീസുകൾ പുനരാരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഹീത്രൂ, ഗാട്ട്വിക്, ലണ്ടൻ സ്റ്റാൻഡേർഡ് സിറ്റി എയർപോർട്ട് തുടങ്ങി ലണ്ടൻ നഗരത്തിലെ വിമാനത്താവളങ്ങളിൽ അപൂർവം സർവീസുകൾ വൈകിയെങ്കിലും റൺവേ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ പല ഭാഗങ്ങളിലും 25 സെന്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞുവീഴ്ചയുണ്ടായി. സ്കോട്ട്ലൻഡിൽ താപനില -11 ഡിഗ്രി വരെ താഴ്ന്നു. നാഷണൽ റെയിലിന്റെ നോർത്തേൺ നെറ്റ്വർക്കിൽ ഗതാഗത തടസ്സം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ, സ്കോട്ട് റെയിൽ, ട്രാൻസ്പെനി എക്സ്പ്രസ് എന്നിവയും സർവീസിൽ മുടക്കമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ 28,000 വീടുകളിൽ വൈദ്യുതി തകരാറിലായി. എന്നാൽ ബ്രിട്ടന്റെ ഭാഗമായ നോർത്തേൺ അയർലൻഡിൽ ഇക്കുറി മഞ്ഞുവീഴ്ചയുടെ ദുരിതം കുറവാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മെറ്റ് ഓഫീസ് ആംബർ വാർണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ വാരാന്ത്യത്തിൽ യാത്രകൾ ഒഴിവാക്കണമെന്നും കഴിയുന്നതും ആളുകൾ വീടുകളിൽ തന്നെ തുടരണമെന്നും മുന്നറിയിപ്പിലുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട്, വെയിൽസിന്റെ ഭാഗങ്ങൾ, മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ വൈദ്യുതി മുടങ്ങി. ബ്രിസ്റ്റോൾ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. അത്യാവശ്യ യാത്രകളാണെങ്കിൽ മാത്രം പുറത്തു പോവുക എന്നാണ് വിൽഷെയർ പോലീസ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കനത്ത മഞ്ഞുവീഴ്ചയിൽ പല റോഡുകളുടെയും ഗതാഗതം നിർത്തേണ്ടി വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.